ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി എന്നെ രാത്രിയിൽ വിളിക്കരുത്. എല്ലാരെയും കൂട്ടി പെണ്ണ് കാണാൻ വരുന്ന കാര്യം ഞാൻ പറയാം, അത് കഴിഞ്ഞിട്ട് മതി. ശരി, ഞാൻ വയ്ക്കുക. നമ്മുടെ സ്നേഹത്തിന് മുമ്പിൽ പരിമിതികളൊന്നും തടസ്സമല്ലല്ലോ അനക്ക. എന്തായാലും എന്റെ അമ്മയും ചേച്ചിയും കൂട്ടി ഞാൻ ഉടനെ വന്ന് പെണ്ണ് കാണാൻ പോവാ. അത് കഴിഞ്ഞാ പിന്നെ താൻ എന്റേതാടോ. ഇത് വലിയ കുരിശായല്ലോ ദൈവമേ. അനക്കം, നീ എന്താ ഒന്നും മിണ്ടാത്തത്? പ്ലീസ് എന്തെങ്കിലും ഒന്ന് പറ. നമുക്ക് കുറെ നേരം സംസാരിക്കാം. എനിക്ക് ഓർക്കം വരുവാ ഹരീഷ്. ഹരീഷ് ഒന്ന് ഫോൺ വെക്കേ. അപ്പോ പെണ്ണ് കാണലിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ട് അമ്മയും ചേച്ചിയും കൂട്ടിക്കൊണ്ട് വന്നാ മതി. എടാ, അതെന്താ അങ്ങനെ പറയുന്നേ? നമ്മള് നേരത്തെ എല്ലാം തീരുമാനിച്ചതല്ലേ? എന്റെ ദൈവമേ, ഇവനും കൂടെ എന്തൊക്കെയാണ് സംസാരിച്ച് വെച്ചേക്കുന്നത്? അതെ ഹരീഷ്, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഇവിടെ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. തൽക്കാലം ഞാൻ ഫോൺ വെക്കുക. ഇനി എന്നെ രാത്രിയിൽ വിളിക്കരുത്. എല്ലാരെയും കൂട്ടി പെണ്ണ് കാണാൻ വരുന്ന കാര്യം ഞാൻ പറയാം, അത് കഴിഞ്ഞിട്ട് മതി. ശരി, ഞാൻ വയ്ക്കുക. കുറച്ചുകൂടി സംസാരിക്കായിരുന്നു അവൾക്ക്. അവൾ എന്താ ഫോൺ വെച്ചിട്ട് പോയത്? ഇനി രാത്രി ഞാൻ വിളിച്ചത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ? അനുവേട്ട, അനൂപേ, ഡാ, കുഞ്ഞിനെ നൂലുകെട്ട് നടത്തുന്ന കാര്യം വല്ല അച്ചു പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞില്ല. അമ്മയോട് വല്ലതും പറഞ്ഞോ? അതിന് അർച്ചന ഇവിടുന്ന് കുഞ്ഞിനെയും കൊണ്ട് പോയില്ലേ? ഇനിയിപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് എന്താ കാര്യം? അതെന്താ, നമുക്കതിനെ കുറിച്ച് ആലോചിക്കാനുള്ള അവകാശമില്ലേ? എടാ, സാധാരണ നൂലുകെട്ട് നടത്തുന്നതേ പെൺവീട്ടുകാരുടെ അവകാശമാ. വെനതൊന്നും മിണ്ടാത്ത അമ്മേ, ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ ചടങ്ങ് എവിടെ വെച്ച് വേണമെന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്. ആ ചടങ്ങേ ഇവിടെ വെച്ച് നടത്തണമെന്നാ ഞാൻ പറഞ്ഞത്. അമ്മ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഞാൻ ഒരു വാശിയും പിടിച്ചിട്ടില്ല.
വാശി കാണിച്ച കുഞ്ഞിനെ എടുത്തോണ്ട് നെല്ലിശ്ശേരിയിലോട്ട് പോയതേ അവളല്ലേ? എടി, കാരണം എന്താണെന്ന് ഇതുവരെ അവള് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ആ, അതെന്താന്ന് ഞാൻ പറയാം. നിന്നോട് അവള് പറഞ്ഞോ? എന്നോട് പറഞ്ഞൊന്നുമില്ല. പിന്നെ ഞാൻ ഊഹിച്ചതാ. ഓ, നീ എന്താ ഉദ്ദേശിച്ചേ? അല്ല, അത് നമ്മുടെ അമ്മുക്കുട്ടിയുടെ കാര്യം തന്നെ. അല്ലാതെ പിന്നെ വേറെന്തുവാ? അമ്മുക്കുട്ടി ആതിരയോട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാ പിന്നെ അർച്ചനയെ മറക്കൂന്നുള്ള പേടിയാ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആ പേടി കാരണം അർച്ചന ഇവിടുന്ന് നേരത്തെ പോയത്. ആ, അതിപ്പോ ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ നൂലുകെട്ട് ഇവിടെ വെച്ച് നടത്തുന്ന കാര്യം എടാ നമുക്ക് നെല്ലിശ്ശേരി പോയി സംസാരിക്കണം. അതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അമ്മയെ അവിടെ നടത്തുന്നു ഇവിടെ നടത്തുന്നു ഒരുപോലെയല്ലേ? ആണോ? പിന്നല്ലാതെ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ ചെലവ് നടത്താം. അവരെല്ലാരും ഇവിടെ വന്ന് കൂടട്ടെ. അനൂപേ, ഈ കാര്യം അവിടെ പോയി സംസാരിക്കാൻ നിനക്ക് എന്തെങ്കിലും ധൈര്യക്കുറവുണ്ടോ? അമ്മേ, അത് പിന്നെ നമ്മൾ അവിടെ പോയി ആവശ്യപ്പെട്ടിട്ട് അവരാരും സമ്മതിച്ചില്ലെങ്കിലോ? അത് നമുക്ക് നാണക്കേടല്ലേ? ഓ, ഒരു നാണക്കേടും ഇല്ല. അത് നമ്മുടെ അവകാശമാ. അവൾ ഇവിടെ നിന്ന് നേരത്തെ ഇറങ്ങി പോയെന്നും പറഞ്ഞോണ്ട് ആ അവകാശം മാറ്റാൻ പറ്റുമോ? ദേ, നിനക്ക് വയ്യെങ്കിലേ ഞാൻ പൊക്കോളാം. അമ്മ ഇങ്ങനെ ബഹളം വെക്കണ്ട, നമുക്ക് പോയി സംസാരിക്കാം. ആ പിന്നെ ദാ ഇവിടെ വെച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് അവിടെ ചെന്ന് മാറ്റി പറയരുത്. പറഞ്ഞേക്കാം. ഈ അമ്മ വല്ലാത്ത വാശിയിലാണല്ലോ. അല്ല, അവൾ എന്തിനാ ഇത്രയും നിർബന്ധം പിടിച്ചപ്പോ അങ്ങോട്ട് പോയത്? അതെ, അതിന്റെ കാരണം എനിക്കറിയാം. എന്ത് കാരണം? അവക്ക് സച്ചിയെ കാണാതെ ഇരിപ്പുറയ്ക്കത്തില്ല. അത് തന്നെ കാര്യം. അതവൾക്ക് നമ്മളോട് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ അമ്മക്കുട്ടിയുടെ കാര്യം പറഞ്ഞ് ഇവിടുന്ന് നൈസായി സ്കൂട്ടായത്. എന്തായാലും ഞാൻ അമ്മയുടെ പക്ഷത്താ. നൂലുകെട്ട് നടത്തേണ്ടതേ പെൺവീട്ടുകാരുടെ അവകാശ. ഏതായാലും അവിടെ പോയി സംസാരിക്കാം, അല്ലാതെ പറ്റില്ലല്ലോ. എന്താണ്? ഓ ഓ, അമ്മുക്കുട്ടി, ഈ വാവക്കുഞ്ഞിനെ കണ്ടോ? ഓ, വാവക്കുഞ്ഞെ, ഇതാരാണ് നോക്കിയേ? മോളുടെ ചേച്ചിയാ. അവള് ഉറങ്ങി. വെറുതെ ഉണർത്തണ്ട, പിന്നെ കരച്ചിലാവും. വാ മോള് വന്നേ, അച്ഛനെടുക്കാം. വാ. സച്ചേട്ടാ, മോക്ക് ചെറിയൊരു ചൂടുണ്ട്. പനിയുടെ ലക്ഷണാണെന്ന് തോന്നുന്നു. ആണോടോ? ചൂടിനുള്ള സിറപ്പ് അല്പം കൊടുത്താലോ? നോക്കട്ടെ. ഏയ്, അത്ര വലിയ ചൂടൊന്നുമില്ല.